ഹായ് ഹലോ വണക്കം 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 മക്കളെ, വെൽക്കം ടു ടെല്ല ക്ലാസ്സസ്. അപ്പോൾ ദാ NDA നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ എക്സാം നമ്മുടെ മുമ്പിലേക്ക് വരികയായി. അപ്പം നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു എക്സാമാണ് NDA എന്ന് പറയുന്നത്. അതായത് ലൈഫ് ടൈം സെറ്റിൽമെന്റ് എന്ന് തന്നെ പറയാം. അതായത് ഇന്ത്യയുടെ പരമോന്നതമായിട്ടുള്ള സേനാ വിഭാഗത്തിലേക്ക് ഇന്ത്യൻ മിലിറ്ററി, എയർഫോഴ്സ്, നേവി മുതലായിട്ടുള്ള വിങ്ങിലെ ഏറ്റവും ടോപ്പ് അല്ലെങ്കിൽ ക്രീമി ലെയർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ജോബ് നമുക്ക് നേടിത്തരുന്ന നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കുള്ള എക്സാം. അതെ, തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൻ്റെയും നമ്മുടെ വരാൻ പോകുന്ന ജനറേഷൻസിൻ്റെയും കംപ്ലീറ്റ് അഡ്രസ് ആൻഡ് ഐഡന്റിറ്റി മാറ്റുന്ന ഒരു എക്സാം. നിങ്ങളുടെ ലൈഫിലെ കംപ്ലീറ്റ് സ്വപ്നങ്ങൾ ഈ ഒരൊറ്റ പരീക്ഷ കൊണ്ട് നിങ്ങൾക്ക് നേടാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NDA ട്രിഗ്നോമെട്രിക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഈ ഒരു ക്ലാസ്സോട് കൂടി ട്രിഗ്നോമെട്രിയിൽ നിന്നും ചോദിക്കുന്ന ഏതൊരു ക്വസ്റ്റ്യനും ചെയ്യാൻ നിങ്ങൾ സെറ്റായി മാറും. അതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഉറപ്പ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ് സാർ. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് വരാം. NDA ട്രിഗ്നോമെട്രിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ആ ഒരു കാര്യത്തിന്റെ വ്യക്തത കിട്ടാതെ നമ്മൾ മുമ്പോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. ഇതാ നോക്കടാ, ട്രിഗ്നോമെട്രിയിൽ നമ്മൾ ട്രിഗ്നോമെട്രി എവിടെയാണ് സ്കൂളിൽ പഠിച്ചു തുടങ്ങുന്നത്? 10ാം ക്ലാസ് +1 +2ലാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ബേസിക് ട്രിഗ്നോമെട്രി എന്താണ് നമ്മൾ അവിടെ പഠിച്ചു തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ ആപ്ലിക്കേഷൻ എന്നോണം ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പഠിക്കും. ഓക്കെ, ഇതിപ്പം നമ്മൾ CBSE ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ഇത് പഠിച്ചിട്ടുണ്ട്. ചിലർ ഒറ്റ ചാപ്റ്ററിൽ ഇത് പഠിക്കും, ചിലർ 2 ചാപ്റ്റർ ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്തത് പഠിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു 10ാം ക്ലാസ് ലെവലിൽ നിന്നും നോർമൽ, അതുപോലെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ബേസിക് കാര്യങ്ങൾ. ഇനി +1ലേക്ക് വരുമ്പോൾ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസും ഐഡന്റിറ്റീസും മക്കളെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഞാൻ നിങ്ങളെ സഹായിക്കുന്നത്. അല്ലെങ്കിൽ NDA ട്രിഗ്നോമെട്രി ആവശ്യപ്പെടുന്നത് എത്തരത്തിലുള്ള ഒരു ലേണിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പഠിച്ച ബേസിക് ഫോർമുലകളെ ഒരു ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്തുന്ന രീതി. ആ ഒരു രീതി കൃത്യമായിട്ട് ആ ഒരു സാധനം ക്യാച്ച് ചെയ്യുന്ന ആർക്കും സെറ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ഇനി +2നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. എങ്ങനെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. അപ്പോൾ ഇതാ നോക്കുക, ഇതിൻ്റെ അകത്ത് ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കവർ ചെയ്യുന്നത്. ഈ 10ാം ക്ലാസ്സിൻ്റെയും +1നെയും സംബന്ധിച്ച് അവിടെ ഞാൻ പറഞ്ഞു മുഴുവൻ പഠിക്കുക എന്നതിലുപരി ഇവിടെ ഉള്ളൊരു ബേസിക് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആ ബേസിക് തിയറി കൃത്യമായിട്ടും ഹൃദയസ്ഥമാക്കുക, കൃത്യമായിട്ടും മനസ്സിലാക്കുക. PYQ 2015 മുതൽ 2024 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ഭാഗവും സെറ്റായിട്ട് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്ന ഭാഗം എങ്ങനെ പഠിക്കും സാറേ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ലടാ, NCERTയിലെ +2ലെ ഏറ്റവും ചെറിയ ചാപ്റ്ററുകളിൽ ഒന്നാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ആ ചെറിയ ചാപ്റ്റർ വ്യക്തമായിട്ട് NCERT ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തു നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ പറ്റും. 10 മുതൽ 17 മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്ത് തരാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഇത്. അപ്പം ഇത് സെറ്റായിട്ട് പഠിക്കുക, പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ പ്രയർ ആയിട്ടോ അല്ലെങ്കിൽ ഇതിന് ശേഷമോ നിങ്ങൾ വളരെ ഇലാബറേറ്റഡ് ലേണിംഗിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് ബേസിക് ഫോർമുലാസ് അപ്ലൈ ചെയ്യാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് സെറ്റായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ട്രിഗ്നോമെട്രിയുടെ ബേസിക് ഫോർമുല എന്നുള്ള കാര്യങ്ങളിലേക്ക് കടന്നു വരാം. എന്താണ് ബേസിക് ഫോർമുല എന്ന് പറയുന്നത്? അപ്പോൾ ഒരു ട്രിഗ്നോമെട്രിയുടെ ബേസിക് ഫോർമുലയിലേക്ക് കടന്നു വരണമെങ്കിൽ അവിടെ നമുക്കൊരു ട്രയാങ്കിൾ വേണം. നമ്മൾ 10ാം ക്ലാസ് മുതൽ എടുത്തു വരുന്ന ആദ്യ ട്രയാങ്കിൾ ഏത് ട്രയാങ്കിൾ ആണ്? അതെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് നമ്മൾ എടുത്തു വരുന്നത്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് നമ്മൾ എടുത്തു വന്നുകൊണ്ടിരുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ എവിടെയെങ്കിലും ഒരു ആംഗിളിനെ മെഷർ ചെയ്യുന്നത് ഇതിന് തീറ്റ എന്ന് വിളിക്കുന്നു. തീറ്റ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആംഗിളിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ അളവിനെ, ഈ ലെങ്തിനെ വിളിക്കുന്ന പേരെന്താണ്? ബേസ് എന്നാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണടാ? ഓൾട്ടിറ്റ്യൂഡ് എന്നാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണടാ? ഹൈപ്പോട്ന്യൂസ് എന്നാണ്, അല്ലേ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏറ്റവും നീളം കൂടിയ സൈഡാണ് ഹൈപ്പോട്ന്യൂസ്. ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്. ഇതാണ് പൊതുവെ നമ്മൾ പറയുന്നത്. അപ്പൊ ഈ 3 സാധനം ഉപയോഗിച്ചൊരു തിയറം ഒക്കെ നമുക്കറിയാം. എന്താണ്? ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഏത് തിയറം? പൈതഗോറസ് തിയറം. ഓക്കെ, ഇവിടെ നോക്കാം. ഞാൻ ഇവിടെ മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ ഈ തീറ്റ എന്ന ആംഗിളിനെ കണക്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഈ 3 സൈഡിനെ പറയാം. ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞാൽ എന്താ? സൈഡിനെയും ആംഗിളിനെയും കണക്ട് ചെയ്യുന്ന
മാത്തമാറ്റിക്കൽ ഐഡിയ ആണ് എന്തെന്ന് പറയുന്നത്, ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഈ തീറ്റയെ സംബന്ധിച്ച് ഈ തീറ്റയുടെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡിനെ ഞാൻ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വിളിക്കുന്നു. ഈ തീറ്റയെ തൊട്ട് നിൽക്കുന്ന ഈ ബേസ് എന്ന് പറയുന്ന സൈഡിനെ ഞാൻ അഡ്ജസന്റ്. ബേസ് എന്ന് നിങ്ങൾ കാണണ്ട, ഈ തീറ്റയെ തൊട്ട് നിൽക്കുന്ന, തീറ്റയെ ടച്ച് ചെയ്ത് നിൽക്കുന്നത്, അതാണല്ലേ അഡ്ജസന്റ്, അടുത്തിരിക്കുന്ന സൈഡ് അഡ്ജസന്റ്. തീറ്റയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഓപ്പോസിറ്റ്. ഹൈപ്പോട്ടന്യൂസിനെ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് തന്നെയാണ് വിളിക്കുക, അവിടെ മാറ്റമൊന്നുമില്ല. അപ്പം ഒരു തീറ്റ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ഒരു തീറ്റ എന്നുള്ള ആംഗിൾ ഉണ്ടെങ്കിൽ ആ ആംഗിളിനെ സംബന്ധിച്ച് അത് ഈ ട്രയാംഗിളിന്റെ 3 സൈഡുകൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസന്റ് സൈഡ്, ഹൈപ്പോട്ടന്യൂസ്. ഇനി നമുക്ക് കടന്നു വരാം സൈൻ തീറ്റ. നിങ്ങൾക്ക് അറിയാം എന്താണ്? ഒപ്പോ ഹൈപ്പോ സൈൻ ആണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജ് ഹൈപ്പ് ടാൻ ആണ്. ഇനി അഡ്ജ് ഹൈപ്പ് കോസ് ആണ്. ഇനി ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണടാ? ഒപ്പോ അഡ്ജ് ടാൻ ആണ്. ഒന്നുമില്ലടാ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് സൈൻ തീറ്റ, അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് കോസ് തീറ്റ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ടാൻ തീറ്റ. നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി എന്താണ് ഇതിന് നമ്മൾ മറ്റു 3 റേഷ്യോ കൂടെ കാണുന്നുണ്ട്. കൊസീക്ക് എന്ന് പറഞ്ഞാൽ ഇത് നേരെ തിരിഞ്ഞു വരുന്നത് ഏതാണ്? ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ്. ഇനി സീക്ക് തീറ്റ എന്ന് പറയുന്നത് എന്താണടാ? ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ്. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ഇനി എന്താണ്? കോട്ട് തീറ്റ ഈക്വൽ ടു അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ്. സാറേ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. എനിക്കറിയാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളത്. പക്ഷെ ഞാൻ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് ട്രിഗ്നോമെട്രിയുടെ ആ ഡീപ്പ് ലെവലിലേക്ക് ഒന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എനിക്ക് റൺവേന്ന് തന്നെ തുടങ്ങേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ബേസ് ഒന്ന് പറഞ്ഞു പോയിട്ട് നിങ്ങൾ ആ എലവേഷനിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കൂടെ വരിക ആ ഫ്ലോയിൽ. നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് പഠിച്ചങ്ങ് മാറുക. ഓക്കെ, ഇനി ഈ സാധനങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇതെന്താണ് കൊടുത്തിരിക്കുന്നത്? സ്പെസിഫൈഡ് ആംഗിൾസ്, പ്രത്യേക ആംഗിളുകളുടെ ട്രിഗണോമെട്രിക് റേഷ്യോസ് അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിൽ പല ട്രിക്ക് ഉപയോഗിച്ചിട്ടും പലതവണ ഉപയോഗിച്ചും പഠിച്ച കാര്യങ്ങളാണ്. ഇവിടെ വലിയ വിസ്മയങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് പരീക്ഷയ്ക്ക് ഇപ്പോൾ സൈൻ 15 ഡിഗ്രി അല്ലെങ്കിൽ സൈൻ 120 ഡിഗ്രി, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെയുള്ള സ്പെസിഫൈഡ് വാല്യൂസ് 30 ഡിഗ്രി ഇല്ല, 15, 120 അങ്ങനെയുള്ള ചില സ്പെസിഫിക് വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും. അങ്ങനെ നമുക്ക് ചോദിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാവുന്ന ഈ ബേസിക് ട്രിഗണോമെട്രിക് വാല്യൂസിന്റെ സഹായത്തോടെയാണ് നമ്മളിപ്പോൾ കോസ് 15, സൈൻ 15 അല്ലെങ്കിൽ കോസ് 120, സൈൻ 120 ഇങ്ങനെ ചോദിക്കുന്ന ആംഗിളുകൾ കണ്ടുപിടിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം ഈ ആംഗിൾ 0 മുതൽ 90 വരെ പോകുന്നു. 90യോ 90 ലെസ് ദാൻ ആയിട്ടുള്ള ആംഗിൾസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അക്യൂട്ട് ആംഗിൾസ്. ചെറിയ ആംഗിൾസ് അല്ലേടാ, അക്യൂട്ട് അല്ലേടാ, അതുകൊണ്ട് അക്യൂട്ട് ആംഗിൾസ്. അപ്പൊ ദാ നോക്കൂ മക്കളെ, ഇവിടെ സൈൻ തീറ്റ സംബന്ധിച്ച് ഈ ആംഗിൾസിന് എന്താ നമുക്ക് നോക്കാം. സൈൻ 0 സൈൻ 31/2 സൈൻ 45 1/√2 സൈൻ 60 √3/2 സൈൻ 90 1. ഓക്കെ ആണ്. ഇനി ആ സാധനം ഇവിടെ നിങ്ങൾ തിരിച്ചെഴുതിയാൽ മതി. കോസ് 0 1 കോസ് 60 √3/2 കോസ് 45 1/√2 കോസ് 60 1/2 കോസ് 90 0. സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? ഇനി എന്താ? ടാൻ തീറ്റ വരുമ്പോൾ ഇവിടെ എളുപ്പത്തിൽ ഇവിടെ തന്നെ ഞാനത് പറഞ്ഞങ്ങ് പോവാം. ഈ ടാൻ തീറ്റ, സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കോസ് തീറ്റ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമുണ്ട്, സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1 കൊസീക് തീറ്റയാണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 സീക് തീറ്റയാണ്. ഇനി ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ 1 കോട്ട് തീറ്റയാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്, സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ് എന്തെന്ന് പറയുന്നത്? ടാൻ എന്ന് പറയുന്നത്. ഈ ഒരു ആശയം വെച്ചുകൊണ്ട് നമുക്ക് ഇതിപ്പോൾ ഇവിടെ തന്നെ പെട്ടെന്ന് എഴുതാൻ പറ്റും. 0/1 0, 1/2 √3/2 ഇത് 1/√3. ഇനി 1/√2 1/√2 1. ശ്രദ്ധിക്കണേ, ടാൻ 45 1 ആണെന്നുള്ള ഐഡിയ നമ്മൾ ഒരുപാട് തവണ യൂസ് ചെയ്യാൻ പോകുന്നതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഈ 45 വെച്ചിട്ടുള്ള ടാന്റെ ബന്ധം എപ്പോഴും നമ്മൾ സഹായിക്കുന്ന ഒന്നാണ്. ഓക്കെ ആണല്ലോ? ശരി. ഇനി ടാൻ 60 എന്ന് പറഞ്ഞാൽ ഈ 2 ക്യാൻസൽ ആയി പോയിട്ട്
√3/1, അതായത് √3 എന്ന് വരും. ഇനി 90 വരുമ്പോൾ 1/0 sin θ ബൈ cos θ ആണ് ടാൻ 1/0 കണ്ടുപിടിച്ചിട്ടില്ല, അപ്പൊ നോട്ട് ഡിഫൈൻഡ്. അപ്പം ഇതാണ് ബേസിക് ആയിട്ടും എന്ത് നമുക്ക് അറിയേണ്ട സ്പെസിഫിക് ആംഗിൾസ്. ഈ ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ആരുടെ റെസിപ്രോക്കൽ ആണെന്നുള്ളത്. ഇനി cot θ എന്ന് പറഞ്ഞാൽ 1/tan θ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അതോടൊപ്പം തന്നെ എന്തെന്ന് മനസ്സിലാക്കിയിരിക്കണം, cos θ ബൈ sin θ ആണെന്ന് കൂടി അവിടെ മനസ്സിലാക്കിയേക്കുക. ഓക്കെ അല്ലേടാ? ശരി, ഇനി അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് വരാം. നോക്കുക, ഇവിടെ നിങ്ങൾ +1 വന്നപ്പം ചിലപ്പോൾ ട്രിഗണോമെട്രി പഠിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഫിസിക്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും ഗ്രാഫുകളൊക്കെ. ഇവിടെ ഒന്നും പ്രശ്നമാക്കേണ്ട കേസില്ല. നോക്കുക, 0 മുതൽ 90 വരെ ഈ സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും സ്വഭാവം എന്താണെന്നുള്ള കാര്യത്തിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവണം. ഞാൻ പറയുന്നു സ്വഭാവം, അത് എന്താണ്, ആ 0ക്കും 90ക്കും ഇടയ്ക്ക് സൈൻ തീറ്റ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് സൈൻ തീറ്റയുടെ അവസ്ഥ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ മക്കളെ നമ്മൾ എന്താ, ഈ എക്സ് ആക്സിസിൽ ആംഗിൾ എടുക്കും, വൈ ആക്സിസിൽ വാല്യൂസ് റിയൽ നമ്പർ എടുക്കും. ഓക്കെ, ഇവിടെ എക്സ് ആക്സിസിൽ ആംഗിൾസ് എടുക്കും, വൈ ആക്സിസിൽ വാല്യൂസ് എടുക്കും. അപ്പൊ ഇവിടെ നോക്കുക, ഞാൻ അവിടെ എഴുതിയിരിക്കുന്നു, ഇത് 0 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്, ഇത് 180 ഡിഗ്രി ആണ്, ഇത് 270 ഡിഗ്രി ആണ്, ഇത് 360 ഡിഗ്രി ആണ്. ഓക്കെ ആണല്ലോ? ഇനി സൈൻ 0 എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്. സൈൻ 0 ആണ്. സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. സൈൻ 180 0 ആണ്. ഓക്കെ, അപ്പം ഈ ഗ്രാഫ്. പിന്നെ സൈൻ 270 വരുമ്പോൾ -1 ആകും, സൈൻ 360 വരുമ്പോൾ 1 ആകും. ഈ ഡോട്ട് എല്ലാം കൂടെ ഞാൻ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ ദാ ഇങ്ങനെ എന്ത് കിട്ടും, എനിക്ക് ആ ഗ്രാഫ് ഇങ്ങനെ കിട്ടും. ഓക്കെ, അതിനകത്ത് ഞാൻ നിങ്ങളോട് പറയുന്നത് എവിടെ ഫോക്കസ് ചെയ്യാനാണ്, ഈ ഒരു ഭാഗത്ത് മാത്രം. ഈ ഒരു ഭാഗത്ത് മാത്രം ഫോക്കസ് ചെയ്തേ. 90 എന്ന് പറയുമ്പോൾ ഇവിടെ 90 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, സൈൻ തീറ്റ ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ ഒന്നുമില്ല, 0 മുതൽ 90 വരെയുള്ള പോർഷനിൽ ഈ ഗ്രാഫ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതായത് സൈൻ തീറ്റ ഇൻക്രീസിങ് ആണ്. ഇൻക്രീസിങ് എവിടെന്നോ എങ്ങോട്ട്, 0ൽ നിന്നും 90 ഡിഗ്രിയിലേക്ക് വരുമ്പോൾ. ഇനി ഇതുപോലെ തന്നെ കോസ് തീറ്റ നോക്കാലോ. കോസ് തീറ്റ, അപ്പൊ cos 0 എന്ന് പറയുന്നത് 1 ആണ്, cos 90 0 ആണ്, cos 180 -1 ആണ്, cos 270 0 ആണ്, cos 360 1 ആണ്. അപ്പൊ ആ ഗ്രാഫ് എങ്ങനെ പോകാതെ ഇങ്ങനെ പോകും. ഇനി നോക്കുക, 0ക്കും 90ക്കും ഇടയ്ക്ക് ഗ്രാഫ് എങ്ങനെയാണ്, താഴത്തേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഇതെന്താണ്, ഡിക്രീസിങ് ആണ്. നോക്കിക്കേ, ഇവിടുത്തെ കുറഞ്ഞു വരികയല്ലേ, 1ൽ നിന്ന് 1 ആയിരുന്ന സാധനം എന്താ കുറഞ്ഞു താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഡിക്രീസിങ് ആണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ ആണോടാ? ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു കാര്യം എന്തിനാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില പ്രത്യേക തരം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ ഈ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് നമുക്ക് ഗ്രാഫിക്കലി മനസ്സിലാക്കാൻ പറ്റും. എടാ മക്കളെ, 2 കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ. ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന് ആൻസർ ഒന്നേ ഉള്ളൂ, യുണീക്ക് ആൻസർ ആണ്. പക്ഷെ ഉത്തരത്തിലേക്ക് എത്താൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വഴികളുണ്ട്. ഞാൻ പറയുന്നത് തന്നെ ആവണം ഉത്തരമെന്ന് ഞാൻ ഒരിക്കലും ശാഠ്യം പിടിക്കാൻ പാടില്ല. ചിലപ്പം അതിലും എളുപ്പത്തിൽ അല്ലെങ്കിൽ അതിലും മഹത്തായ രീതിയിൽ പെട്ടെന്ന് ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ടാണ് പൊതുവെ പറയുന്നത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയെ ഉണർത്തുന്ന, നമ്മളെ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആക്കുന്ന സബ്ജക്റ്റ് ആണെന്ന്. കാരണം നിങ്ങളുടെ ചിന്താശക്തി എത്രമാത്രം ഷാർപ്പാവുന്നു അത്രമാത്രം നിങ്ങൾ എന്ത് ചെയ്യും, പോളിഷ്ഡ് ആയിക്കൊണ്ടിരിക്കും, അതായത് പ്രിസൈസ് ആകും. ഓക്കെ, ഇവിടെ നോക്കടാ, ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ ഈ ഗ്രാഫ് വരച്ച് ഞാൻ ഈ കാര്യങ്ങൾ കാണിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, മാത്തമാറ്റിക്സിന് 2 രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഒന്ന് തിയററ്റിക്കലായി അപ്രോച്ച് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താം, മറ്റ് ഗ്രാഫിക്കലായി അപ്രോച്ച് ചെയ്ത ഉത്തരത്തിലേക്ക് എത്താം. ഈ 2 രീതിയും നമുക്ക് ആവശ്യമാണ്. നമ്മളുടെ സാഹചര്യം എന്താണ്, സമയം കുറവാണോ, നമ്മളുടെ സാഹചര്യം, നമ്മൾക്ക് ചുറ്റുമുള്ള കണ്ടീഷൻസ് ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ ആസ്പദമാക്കിയായിരിക്കും നമ്മൾ ആ ഉത്തരത്തിലേക്ക് എത്തുക. അപ്പോൾ ഈ ഒരു ഗ്രാഫിനെ പറ്റിയും നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാകണം. ധാരണ ഉണ്ടായാൽ മതി. ക്ലിയർ ആവുന്നുണ്ടോ? ഒന്നും ബുദ്ധിമുട്ടെന്നല്ലടാ, നമ്മൾ അതിനെ എങ്ങനെ എടുക്കുന്നു, നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെ അത് എടുക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ശരി, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ ആണേ, സെറ്റ് ആണേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കാര്യത്തിലേക്ക് കടന്നു വരാം. എന്ത്, നമ്മളിപ്പം സൈൻ തീറ്റ കോസ് തീറ്റ ഉള്ള കാര്യങ്ങളൊക്കെ കണ്ടു അല്ലേ? ഇതാ നോക്കിക്കാൻ മക്കളെ, ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്താണ്, ഇവിടെ ഈ സൈൻ തീറ്റയ്ക്ക് എടുക്കുന്ന ഈ സൈൻ തീറ്റ വരുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. അതായത് നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്, 1നും -1നും ഇടയ്ക്കാണ് സൈൻ തീറ്റയുടെ വാല്യൂസ് എപ്പോഴും വരിക.
1നും -1നും ഇടയ്ക്കാണ് കോസ് തീറ്റയുടെ വാല്യൂസും എപ്പോഴും വരിക. അപ്പം ഇത് രണ്ടും കൂടെ ജനറലൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നോക്കിക്കേ, -1 ലെസ് ദാൻ സൈൻ തീറ്റ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സൈൻ തീറ്റയുടെ വാല്യൂ എപ്പോഴും -1നും 1നും ഇടയിലാണ്. അതുപോലെ കോസ് തീറ്റയുടെ വാല്യൂ എപ്പോഴും -1നും 1നും ഇടയിലാണ്. ഇനി ടാൻ തീറ്റ എന്ന് പറയുന്നത്, ടാൻ തീറ്റയുടെ ഗ്രാഫ് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്കറിയാം. അതായത് -∞ മുതൽ ∞ വരെ പോകും. അതായത് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ 1/0 നമ്മൾ ഫിസിക്സിൽ എന്തായിട്ട് എടുക്കുന്നത്, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞെടുക്കും അല്ലേ. അതുകൊണ്ട് ഇവിടെ ഈ -∞ക്കും ∞ ഇടയ്ക്കാണ് ടാൻ തീറ്റയുടെ വാല്യൂസ് വരുന്നത്. അതുപോലെ കോട്ട് തീറ്റയുടെ വാല്യൂസും -∞ക്കും ∞ ഇടയിലാണ് വരുന്നത്. ഇനി സീക് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീക് തീറ്റ എന്താണടാ, എന്തിന്റെ റെസിപ്രോക്കൽ ആണ്? കോസ് തീറ്റ റെസിപ്രോക്കൽ ആണ്. അപ്പൊ ഈ കോസ് തീറ്റയ്ക്ക് -∞ ടു ∞. ഓക്കെ, ഞാനൊരു നമ്പർ ലൈൻ വരച്ച് ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നോക്കുക, -∞ ഇതിൻ്റെ അടുത്ത് നോക്കുക, -1ഉം 1ഉം ഇതിൻ്റെ ഇടയിലാണ് ആരുടെ വാല്യൂ വരുന്നത്? കോസ് തീറ്റയുടെ വാല്യൂ വരുന്നത്. അതിൻ്റെ നേരെ റെസിപ്രോക്കൽ ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ സീക് തീറ്റ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സീക് തീറ്റ ബാക്കിയുള്ള ഭാഗങ്ങളെ ഒക്കുപ്പൈ ചെയ്യുന്നു. അതാണ് നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, -∞ ടു ∞ നിന്നും ഏത് ഭാഗം? ആ കോസ് തീറ്റ വരുന്ന ഭാഗം അങ്ങ് മാറ്റി. ഓക്കെ ആണ്. ഇതുപോലെ കൊസീക്കും -∞ മൈനസ് ആ സൈൻ തീറ്റ വരുന്ന ഭാഗം അങ്ങ് കളഞ്ഞു. അപ്പൊ ഈ ഒരു ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക മറ്റൊരു കാര്യം, 0 to 90 ഡിഗ്രിയിൽ സൈൻ തീറ്റ ഇൻക്രീസ് ചെയ്യുന്നു, കോസ് തീറ്റ ഡിക്രീസ് ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ എന്തായിരിക്കും? ടാൻ തീറ്റയും ഇൻക്രീസിംഗ് ആണ്. ഓക്കെ ആണോ? 0 മുതൽ 90 ഡിഗ്രിയിലേക്ക് പോകും തോറും ടാൻ തീറ്റ ഇൻക്രീസിംഗ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഈ സീക് തീറ്റയ്ക്ക് എന്ത് സംഭവിക്കുന്നു? കോസ് തീറ്റ 0ക്കും 90ക്കും ഇടയ്ക്ക് ഡിക്രീസിംഗ് അല്ലേ. അപ്പൊ സീക് തീറ്റ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം കാണിക്കും. കോസ് തീറ്റ ഡിക്രീസിംഗ് ആയിരുന്നു, അതുകൊണ്ട് സീക് തീറ്റ അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സീക് തീറ്റ എന്തായിരിക്കും? ഇൻക്രീസിംഗ് ആയിരിക്കും. ഓക്കെ ആണോ? എടാ ഈ ഒരു കാര്യം ഞാൻ എങ്ങനെയാ പറയുന്നത്? ഈ റെസിപ്രോക്കലിന്റെ ബന്ധം എങ്ങനെയാണെന്ന് കാണിച്ചു തരേ. എടാ എക്സ് പിന്നെ 1/x ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾ നോക്കിക്കേ. എക്സ് കൂടുന്തോറും 1/x കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി എക്സ് കുറയും തോറും 1/xന്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. അതായത് ഒരു നമ്പറും അതിന്റെ റെസിപ്രോക്കലും തമ്മിലുള്ള ബന്ധമാണ്. ആ ഒരു ഐഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സാധനം ഞാൻ പറയുന്നത്. ഓക്കെ ആണ്. അപ്പൊ കോട്ട് തീറ്റയുടെ കാര്യം പറഞ്ഞേ. ടാൻ തീറ്റ 0 മുതൽ 90 വരെ ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റയുടെ റെസിപ്രോക്കലായ കോട്ട് തീറ്റ 0 മുതൽ 90 വരെ എന്തായിരിക്കും? ഡിക്രീസിംഗ് ആയിരിക്കും. ഇനി മറ്റൊരു കാര്യം എന്താ നോക്കുക, കോസീക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണടാ? സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആണ്. സൈൻ തീറ്റ 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കൊസീക് തീറ്റ 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ ഡിക്രീസ് ചെയ്യുന്നു. ഈ ഒരു കാര്യം ബേസിക് ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ? ഇവിടെ മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടിലും കോമൺ സെൻസ്, ബേസിക് ആയിട്ടുള്ള നമ്പറുകളെ പറ്റിയുള്ള ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് ചെയ്തു വരാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ കടന്നു വരുന്നത് ഫോർമുലകളിലേക്കാണ്. ഫോർമുലാസ് വളരെ ഞാൻ എല്ലാം കൂടെ ഒറ്റയടിക്ക് പറയുന്നില്ല, ഓരോരോ ഘട്ടമായിട്ട് പറഞ്ഞുതരാം. ഒരു ഘട്ടം അതിന്റെ പ്രോബ്ലംസ്, അടുത്ത ഘട്ടം അതിന്റെ പ്രോബ്ലംസ്, അന്നേരം നിങ്ങൾക്ക് എല്ലാം കൂടെ കുഴയുകയില്ല. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? ശരിയല്ലേ? ഓക്കെ, ഇതാ നോക്കിക്കേ. ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ട് പഴകിയിട്ടുള്ളതാണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. ഇതിനെ രണ്ട് രീതിയിൽ കാണാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റണം. എന്താണ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്നും, അതുപോലെ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണേ. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഉള്ളതായിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എടാ ഇതെന്താണ്? a² മൈനസ് b². a² എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നമ്മൾ 8ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് ഐഡന്റിറ്റീസ്. a² മൈനസ് b² എന്ന് പറഞ്ഞാൽ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ആണ്. ഇനി ഈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1² എന്ന് പറഞ്ഞാലും സെയിം അല്ലേ? അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ. ഈ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റേനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ.
1² മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് ചിന്തിച്ചാൽ ഇതിനെ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. NDA പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് ഇത് നിങ്ങൾ ഓക്കെയാണ്, ഇത് നിങ്ങൾ ഓക്കെയാണ്, ഇത് നിങ്ങൾ ഓക്കെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സാധനമാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? സൈൻ സ്ക്വയർ തീറ്റേനെ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റേനെ, അതായത് കോസ് സ്ക്വയർ തീറ്റേനെ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഇതേ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതിക്കൂടെ, 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ എന്ന് എഴുതാമെന്ന് ചിന്തിക്കണം. ഓക്കെ ആണോ? ഇതുപോലെ തന്നെ ഈ ടാൻ സ്ക്വയറിനെയും രണ്ട് രീതിക്ക് എഴുതാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ടാൻ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതാ നോക്കുക, ഇവിടെ sec square theta is equal to 1 plus tan square theta എന്ന് എഴുതാമെന്നുള്ള കാര്യം വ്യക്തമായി. ഇനി അതുപോലെ tan square theta is equal to sec square theta minus 1. എടാ ഇവിടെ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റൂല, കാരണം ഇത് നമ്മുടെ ഫോർമുലയുടെ ഫോം അല്ല. പക്ഷെ ഇവിടെ നമുക്കത് അപ്ലൈ ചെയ്യാം. sec square theta minus 1 എന്ന് പറഞ്ഞാൽ sec square theta minus 1 square ആയിട്ട് കണ്ടാൽ sec theta plus 1 into sec theta minus 1 എന്ന് പറയാനായിട്ട് സാധിക്കും. ആ ഒരു കാര്യവും അറിഞ്ഞിരിക്കുക. ഇതുപോലെ തന്നെ ഇവിടെയും രണ്ട് രീതിക്ക് എഴുതാൻ പറ്റും. എങ്ങനെ? ദാ നോക്കിക്കേ, cot square theta is equal to cosec square theta minus 1 equal to ഇങ്ങനെ എഴുതാൻ പറ്റും. എന്ത്? cosec theta plus 1 into cosec theta minus 1 എന്ന് എഴുതാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണ്. ഇനി ഇത് വീണ്ടും ഇതിനകത്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമ്മുടെ cosec square theta equal to എങ്ങനെ വരും നോക്കടാ, 1 plus cot square theta ആണ്. ഓക്കെ ആണ്. അവിടെ നമുക്ക് വേറെ രീതിക്കും എഴുതാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഏതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്? ദാ ഇതിനെ ഇങ്ങനെ എഴുതുന്ന കാര്യം, ഇതിനെ ഇങ്ങനെ എഴുതുന്ന കാര്യം, ഇതിനെ ഇങ്ങനെ എഴുതുന്ന കാര്യം, ഇതിനെ ദാ ഇങ്ങനെ എഴുതുന്ന കാര്യം, ഈ ഒരു പോയിന്റുകളാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പഠിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് എന്നിൽ നിന്നും നിങ്ങൾക്ക് കിട്ടേണ്ടത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നതിനെ ദാ ഇങ്ങനെ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു ഇങ്ങനെ എഴുതാൻ പറ്റും, സൈൻ സ്ക്വയർ തീറ്റ ഇങ്ങനെ എഴുതാൻ പറ്റും, ഇനി ടാൻ സ്ക്വയർ തീറ്റനെ ഇങ്ങനെ കൂടി എഴുതാൻ പറ്റും, കോട്ട് സ്ക്വയർ തീറ്റനെ ഇങ്ങനെ കൂടി എഴുതാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെയാണ്. ശരി, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടന്നു വരാം. അതായത് വളരെ പണ്ട് മുതലുള്ള ഒരു എക്സാം ആണ് NDA എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ആദ്യ കാലങ്ങളിൽ NDA ചോദിച്ചുകൊണ്ടിരുന്ന ട്രിഗ്നോമെട്രി എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതായത് റീസെൻ്റ് ആയിട്ടും ആ ചോദ്യങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ദാ നോക്കുക, ദാ ഇങ്ങനെ ഒരു സാധനം തന്നിരിക്കുകയാണ്. A cos തീറ്റ പ്ലസ് B സൈൻ തീറ്റ എന്ന് പറയുന്നത് C എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. A സൈൻ തീറ്റ മൈനസ് B കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. A cos തീറ്റ പ്ലസ് B സൈൻ തീറ്റ C ആയാൽ A സൈൻ തീറ്റ മൈനസ് B കോസ് തീറ്റ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എനിക്ക് വേണ്ടത് നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കില്ലാണ്. നോക്കുക, ഇവിടെ A മൾട്ടിപ്ലൈ ചെയ്തിരുന്നത് കോസ് തീറ്റയുടെ കൂടെയാണ്. അത് രണ്ടാമത്തെ ഇക്വേഷനിൽ ആരുടെ കൂടെയായി മാറി? സൈൻ തീറ്റയുടെ കൂടെയായി. മുകളിൽ സൈൻ തീറ്റയുടെ കൂടെ കിടന്ന B താഴെ വന്നപ്പോൾ ഇവിടെ കോസ് തീറ്റയുടെ കൂടെയായി. ഇവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് ആയി. ഇത്രയും ചേഞ്ചുകൾ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? നമുക്കതിനെ എക്സ് എന്ന് വിളിക്കാം. ഓക്കെ ആണോ? അതായത് ഈ A സൈൻ തീറ്റ മൈനസ് B കോസ് തീറ്റ എന്ന് പറയുന്നത് എക്സ്. ഓക്കെ, ഇതിന്റെ പ്രൂഫ് ഒന്നും പഠിക്കണ്ട. ഇതിന്റെ അങ്ങനെയാണെങ്കിൽ ഈ എക്സിന്റെ വാല്യൂ ഇപ്പൊ ഇവിടെ ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതുന്നു. ഇതിനെ ഞാൻ ഇപ്പോൾ എക്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് എന്ന് പറയുന്നത് ആൻസർ ഇത്രയേ ഉള്ളൂ, ദ സ്ക്വയർ റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ മൈനസ് C സ്ക്വയർ ആയിരിക്കും. ഇതാണ് നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ ആണല്ലോ? അതായത് എയുടെ സ്ക്വയർ പ്ലസ് ബിയുടെ സ്ക്വയർ മൈനസ് C സ്ക്വയർ. ഓക്കെ ആണ്, സെറ്റ് ആണ്. ഇതിന് എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ കാണിക്കാം. എടാ, ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിക്കുന്നു, ഇതിന് ഇക്വേഷൻ 2 എന്ന് വിളിക്കുന്നു. ഇക്വേഷൻ 1ന്റെ സ്ക്വയർ എടുത്തു, എന്നിട്ട് ഇക്വേഷൻ 2ന്റെ സ്ക്വയർ എടുത്തു, അത് രണ്ടും ആഡ് ചെയ്യുന്നു. രണ്ട് സൈഡിൽ ഈ ഇക്വേഷന്റെ മുഴുവൻ സ്ക്വയർ എടുക്കുന്നു, ഈ ഇക്വേഷന്റെ മുഴുവൻ സ്ക്വയർ എടുക്കുന്നു, അതിനുശേഷം ആഡ് ചെയ്യുന്നത് എന്ത് വരും നിങ്ങൾ നോക്കിക്കേ, A കോസ് തീറ്റ പ്ലസ്, ഇത് നിങ്ങൾ പഠിക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് ഇത് എങ്ങനെ വന്നു, ഈ സാധനം ഇതാണ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഈ വാല്യൂ എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ആദ്യത്തെ ഒരു നിങ്ങൾ പുതിയതായിട്ട് കാണുന്നതായതുകൊണ്ട് മക്കളെ ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ ആണോ സെറ്റ് ആണോ? കൂടെ വരുന്നില്ലേ? ഓക്കെ, വാ. ശരി, A കോസ് തീറ്റ പ്ലസ്
ബി സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ എ സൈൻ തീറ്റ മൈനസ് ബി കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും സി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇനി ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കേ, ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കി, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലേടാ, എന്ത് വരും എ സ്ക്വയർ കോ സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2ab കോസ് തീറ്റ സൈൻ തീറ്റ. ഓക്കെ ആണല്ലോ. പ്ലസ് ഇവിടെ എന്ത് വരും എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ മൈനസ് എന്ത് വരും 2ab സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇനി ഇവിടെ നോക്കുക എന്തൊക്കെ സംഭവിക്കും. എടാ ഇവിടെ ഒരു പ്ലസ് 2ab കോസ് തീറ്റ സൈൻ തീറ്റ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 2ab സൈൻ തീറ്റ കോസ് തീറ്റ ഉണ്ട്. രണ്ടും സെയിം ടേം അല്ലേ, സെയിം ടേം ആണ്, പ്ലസും മൈനസും ആണ്, ക്യാൻസൽ ആയി പോകും. ഇനി എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ, ഇതിൻ്റെ അകത്ത് എ സ്ക്വയർ കോമൺ ആണ്, അത് പുറത്തെടുക്കുകയാണെങ്കിൽ ഇതിന് എങ്ങനെ പറ്റും എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഈ രണ്ട് ടേമിനെയും ഗ്രൂപ്പ് ചെയ്തു. ഇനി എന്താ ഈ ബി സ്ക്വയർ ടൈം ഇവിടെ ഉണ്ട്, ബി സ്ക്വയർ ഉണ്ട്, അതിനകത്ത് രണ്ടിനകത്ത് ബി സ്ക്വയർ പുറത്തെടുത്താൽ ബി സ്ക്വയർ ഇൻറ്റു എന്ത് വരും വീണ്ടും സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു പിന്നെ ബാക്കിയൊന്നുമില്ലല്ലോ, എല്ലാ സാധനം കഴിഞ്ഞില്ലേ, ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇതിന്റെ വാല്യൂ എന്താണ് 1 ആണ്, ഇതിന്റെ വാല്യൂ എന്താണ് 1 ആണ്. അപ്പൊ ഇവിടെ എന്താ വരുന്നത് ഫൈനലി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നാവും. ഇതിൻ്റെ അകത്ത് എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്തോ വരൂടാ, ഈ സി സ്ക്വയറിന് ഇപ്പുറം കൊണ്ടുവന്നാൽ മതി, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സിന്റെ വാല്യൂ ആണ്, നമുക്കിപ്പോൾ എക്സ് സ്ക്വയർ ആണ് കിട്ടിയത്. എക്സിന്റെ വാല്യൂ കാണാൻ സ്ക്വയർ റൂട്ട് എടുക്കുക, സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ എന്ന് വരും. അതാണ് ഇതായി എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ സാധനം ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലാണ്, ഈ ഒരു ഫോമിലാണ്, ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മളുടെ ചോദ്യം തന്നിരിക്കുന്നതെങ്കിൽ ഇതിന്റെ വാല്യൂ, അതായത് ഈ ടേമിന്റെ വാല്യൂ എന്ന് പറഞ്ഞത് ഇതായിരിക്കും. ഇതിനകത്ത് എയും ബിയും ഐഡന്റിഫൈ ചെയ്താൽ മതി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ബി മൈനസ് ഉണ്ടെങ്കിൽ മൈനസും കൂടെ ചേർത്തെടുക്കണം. വേറെ പ്രശ്നമൊന്നുമില്ല, സ്ക്വയർ ചെയ്യുമ്പോൾ അത് പൊക്കോളും. ഓക്കെ ആണോ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ ഇതാണെന്നുള്ള കാര്യം, ഈ കാര്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ഇത് എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചോദ്യത്തിൽ തന്നെ തുടങ്ങാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യം നോക്കിക്കേ, 5 cos θ പ്ലസ് 3 sin θ ഈക്വൽ ടു 4 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത് 3 cos θ മൈനസ് 5 sin θ എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ മക്കളെ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 5 ആയിരുന്നു. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ എ എന്നും ഇതാണ് നമ്മളുടെ ബി എന്നും കിട്ടിയാൽ ഇത് ഈ ഫോർമാറ്റിലാണെന്ന് ഉറപ്പിക്കണം. നോക്കുക, ഇവിടെ കോസ് തീറ്റയുടെ കൂടെയുള്ള 5 അടുത്തത് സൈൻ തീറ്റയുടെ കൂടെയാണോ? ആണ്. ഓക്കെ, ഇവിടെ സൈൻ തീറ്റയുടെ കൂടെയുള്ള 3 ഇവിടെ കോസ് തീറ്റയുടെ കൂടെയാണോ? ആണ്. അപ്പൊ ഇത് ഏതാണ്? എ കോസ് തീറ്റ പ്ലസ് ബി സൈൻ തീറ്റ ഈക്വൽ ടു സി എന്നുള്ള ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ ബി കോസ് തീറ്റ എ കോസ് തീറ്റ മൈനസ് 5 സൈൻ തീറ്റ എന്നുള്ള സാധനമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇവിടെ എ സൈൻ തീറ്റ മൈനസ് ബി കോസ് തീറ്റ എന്ന് എഴുതിയാലും ഇത് ബി കോസ് തീറ്റ മൈനസ് എ സൈൻ തീറ്റ, ഇതിൽ ഈ സംഭവം ഇത് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിങ്ങോട്ട് ഷഫിൾ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. ഇവിടെ കോസ് തീറ്റയുടെ കൂടെ ഉണ്ടായിരുന്ന സാധനം ഇവിടെ സൈനും, ഇവിടെ സൈൻ തീറ്റയുടെ കൂടെ നമ്പർ ഇവിടെ കോസ് തീറ്റയുടെ കൂടെ ആണോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, വേറെ ഒരു കാര്യത്തിനെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? ശരി, അപ്പൊ ഇവിടെ എന്തായിരിക്കും എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ആയിരിക്കും. എയുടെ വാല്യൂ നോക്കുക 5 ആണ്, ബിയുടെ വാല്യൂ നോക്കുക 3 ആണ്, സിയുടെ വാല്യൂ നോക്കുക എന്താണ് 4 ആണ്. ഓക്കെ, അപ്പൊ എന്താ നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, ഇനി ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 മൈനസ് സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 എന്ന് വരും. ഓക്കെ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇതാ നോക്കുക, 25 മൈനസ് 16 എന്ന് പറഞ്ഞാൽ 9 വരും, 9 പ്ലസ് 9 18 എന്ന് വരും. 18 എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷനിൽ തരുന്നത് ഇതായിരിക്കും. എന്താ ഇങ്ങനെയായിരിക്കും, 3 റൂട്ട് 2 എന്നായിരിക്കും. കാരണം ഇത് റൂട്ട് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ ഇൻറ്റു റൂട്ട് ഓഫ് ബി ആണ്, 3 റൂട്ട് 2 എന്ന ആൻസർ വരും. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഫോർമാറ്റിലാണ് തന്നിരുന്നെങ്കിൽ നമുക്ക് അതിന്റെ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ മൈനസിനെ പറ്റി നിങ്ങൾ ഓർത്ത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സാധനം നോക്കി
നോക്കിയാൽ മതി, 5 ഇങ്ങോട്ട്, ഈ കോസ് തീറ്റയുടെയും സൈൻ തീറ്റയുടെയും ഇവിടുത്തെ കോസ് തീറ്റയുടെ 5 ഇങ്ങോട്ട് വരുന്നു, ഇവിടുത്തെ സൈൻ തീറ്റയുടെ ഇത് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഈ എ ബി സി കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം ഓട്ടോമാറ്റിക്കലി കിട്ടിക്കോളും. ഇവിടെ സ്ക്വയർ എടുക്കുന്നത് കൊണ്ട് മൈനസിനെ നിങ്ങൾ പ്രശ്നക്കാരനായിട്ട് കാണണ്ട. ഓക്കെ ആണേ സെറ്റ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2019 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. 2019 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം എന്താ ഇങ്ങനെ ആയിരിക്കും തരുന്നത് കേട്ടോ, അല്ലാണ്ട് ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ട രീതിയിൽ അങ്ങനെ സിമ്പിൾ ആയിട്ട് അങ്ങനെ തരണമെന്നില്ല. അതാ ഇങ്ങനെ തരും. അപ്പൊ ഇങ്ങനെ തരുമ്പോൾ നമ്മൾ കണ്ട് മനസ്സിലാക്കണം എങ്ങനെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. എടാ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഈക്വൽ ടു √2 കോസ് തീറ്റ ആണ്. √2 കോസ് തീറ്റ, √2 കോസ് തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? ഞാൻ ഇതിനെ എക്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നോക്കി, ഇവിടെ സൈൻ തീറ്റയുടെ കോഫിഷ്യന്റ് 1 ആണ് അല്ലെ? ഇവിടെ സൈൻ തീറ്റയുടെ കോഫിഷ്യന്റ് 1 ആണ്, ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. അപ്പൊ എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും കോഫിഷ്യന്റ് സെയിം ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇവിടെ നമ്മുടെ എ എന്ന് പറഞ്ഞാൽ 1 ആണ്, ബി എന്ന് പറഞ്ഞാൽ 1 ആണ്, പിന്നെ സി എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു കോസ് തീറ്റയാണ്. നമ്മുടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണടാ? സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഓക്കെ, ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല പരീക്ഷയ്ക്ക് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൊണ്ട് ഞാൻ എഴുതി കാണിക്കുന്നതാണ്. നിങ്ങളെ സംബന്ധിച്ച് 1 + 1 പ്ലസ് ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും? ഇതിന്റെ സ്ക്വയർ √2 കോസ് തീറ്റയുടെ സ്ക്വയർ എടുക്കുമ്പോൾ √2ന്റെ സ്ക്വയർ 2 ആയിട്ട് മാറും. കോസ് തീറ്റയുടെ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. 2 cos square theta which is equal to square root of ഇത് എത്ര വരും? 2 + 2 cos square theta എന്ന് വരുന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി എന്താണെടാ ഇവിടെ സ്ക്വയർ റൂട്ടിനകത്ത് രണ്ടിൻ്റെ അകത്തും 2 ഉണ്ട്, 2 കോമൺ ആണ്, പുറത്തെടുക്കാം. 1 - cos square theta which is equal to ഇവിടെ നോക്കിക്കേ, ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 - cos square theta എന്ന് വരും. ഇതിന്റെ വാല്യൂ എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ, സൈൻ തീറ്റ അല്ലേ? കാരണം സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 - cos square theta. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1 - cos square theta. അപ്പൊ √2 സൈൻ തീറ്റ. √2 സൈൻ തീറ്റ എന്ന് പറയുന്ന സാർ നമ്മുടെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പ്, നിങ്ങൾ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഇത് എഴുതേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് എന്താ ഈ സാധനം മനസ്സിലാക്കുക, നേരെ വന്നിട്ട് ഇങ്ങോട്ട് വരിക. ഇവിടുന്ന് 2 കോമൺ പുറത്തെടുത്ത് ഇത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ പരീക്ഷയ്ക്ക് 2 കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് ഇത് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണേ? ക്ലിയർ ആണേ? അപ്പൊ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഇഫ് P = cosec theta minus cot theta, Q = cosec theta plus cot theta raised to -1 ആണെങ്കിൽ ഈ താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ഇവിടെ എനിക്ക് നിങ്ങൾ 2 കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിയണം. ഒന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻1 എന്ന് പറഞ്ഞാൽ 1/a ആണ്. a⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/a ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ അല്ലേ? ശരി. അപ്പം അതായത് ഒരു നമ്പർ ⁻1 എന്ന് പറഞ്ഞാൽ 1 ആ നമ്പർ എന്നാണെന്നുള്ള ഒരു വസ്തുത കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന റിലേഷൻ ഉണ്ട്. ഏതാണ്? കൊസീക്കിനെയും കോട്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. എടാ ഈ ഭാഗം എന്ന് പറഞ്ഞ ഏത് ഫോമിലാണ്? a² - b² എന്നല്ലേ? അതിനെ എങ്ങനെ എഴുതാൻ പറ്റൂടാ? a - b ഇൻറ്റു a + b എന്ന് എഴുതിക്കൂടെ? അങ്ങനെ ഞാൻ എഴുതുമ്പോൾ ഇത് എങ്ങനെയായിട്ട് മാറും? cosec theta minus cot theta into cosec theta plus cot theta equal to 1 എന്നുള്ള ഫോമിലാകും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സാധനത്തിന് ഇപ്പുറത്തേക്ക് എടുക്കുന്നു. ദാ നോക്കുക, cosec theta minus cot theta equal to 1/cosec theta plus cot theta എന്നാകും. നോക്കൂ എന്താണ് ഈ കിടക്കുന്നത്? നമ്മളുടെ പി അല്ലേ? അതെ. ഇനി എന്താണ് ഇതെന്ന് പറയുന്നത്? ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? cosec theta plus cot theta raised to -1 എന്നാണ്. മനസ്സിലായോടാ? ഓക്കെ ആണോ? കാരണം 1/a എന്ന് പറഞ്ഞാൽ a⁻1 ആണ്. ഇതാ ഈ കിടക്കുന്ന സാധനമാണ് ഈ കിടക്കുന്നത്. അതായത് Q എന്ന് കിട്ടും. therefore നമുക്ക് എന്തെന്ന് കിട്ടും? P = Q എന്ന് കിട്ടും. ആൻസർ അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? സെറ്റ് ആണ്? ദാ അടുത്ത ചോദ്യത്തിലേക്ക് മുമ്പോട്ട് പോകാം. 1 + cot theta minus cosec theta into 1 + tan theta plus sec theta. മക്കളെ ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വസ്തുതയുണ്ട്. tan theta എന്ന് പറഞ്ഞാൽ
സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. ഞാനിപ്പം ഈ എഴുതുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ട് അതിനെ എസ് ബൈ സി എന്ന് എഴുതുന്നു. എസ് ഫോർ സൈൻ, സി ഫോർ കോസ്. മനസ്സിലാക്കണേ എഴുതാനുള്ള സൗകര്യത്തിന് വേണ്ടി മാത്രം. ഓക്കെ, ശരി. ഇനി അതുപോലെ കോഡ് തീറ്റ അപ്പൊ ഞാൻ എങ്ങനെയായിരിക്കും എഴുതുന്നത്? സി ബൈ എസ്. എങ്ങനെയായിരിക്കും? സി ബൈ എസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ആണെന്നുള്ളത്. ഇത് എന്തിനാ എങ്ങനെയെന്ന് അറിയാം? ഇത് നമ്മളുടെ ടൈം സേവ് ചെയ്യും. നമുക്ക് കോസ് സൈന് എന്ന് വീണ്ടും എഴുതി സമയം പോവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ട്രിക്കാണത്. ഓക്കെ, ശരി, കാര്യത്തിലേക്ക് വരാം. ഇനി എന്ത് ചെയ്യാം? ഇത് 1 പ്ലസ് കോട്ട് എന്ന് പറഞ്ഞാൽ സി ബൈ എസ്, കോസ് ബൈ സൈൻ ആണ്, മൈനസ് കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ ആണ്, ഇൻറ്റു ഇനി ഇവിടെ എന്ത് വരും? ഇവിടെ 1 പ്ലസ് ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ്, സീക്ക് എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ്. ഇനി എന്ത് ചെയ്യുന്നത്? ഇവിടെ കോമൺ LCM എടുക്കാം. ഇവിടെ ഡിനോമിനേറ്റർ എസ് ആണ്, ഇവിടെ ഡിനോമിനേറ്റർ എസ് ആണ്. ഈ 1 നെ എസ് ആക്കണം. എന്ത് ചെയ്യണം? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ കോമൺ LCM എസ് വരും. ഈ 1 എന്താവും? എസ് ആവും, പ്ലസ് സി മൈനസ് 1 എന്നാവും. ഓക്കെ. ഇനി ഇവിടെ അതുപോലെ തന്നെ കോമൺ LCM സി എടുക്കുന്നു. ഈ 1 നെ സി ആക്കാൻ വേണ്ടി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്യണം? സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ സി പ്ലസ് എസ് പ്ലസ് 1 എന്നാവും. ഓക്കെ, ഇനി ഇവിടെ ഒരു ഗ്രൂപ്പ് ഞാൻ കാണിച്ചു തരട്ടെ. ഇതാ എസ് പ്ലസ് സി മൈനസ് 1, സി പ്ലസ് എസ് പ്ലസ് 1. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, എസ് പ്ലസ് സി എന്ന് പറഞ്ഞാലും മക്കളെ സി പ്ലസ് എസ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഓക്കെ ആണ്, സെയിം ആണ്. അപ്പൊ ഇവിടെ ഇത് ഏത് ഫോമിലാണ്? ഇപ്പം എ മൈനസ് 1 ഇൻറ്റു എ പ്ലസ് 1 എന്നുള്ള ഫോമിലായി അല്ലെ. അതായത് ഇത് രണ്ട് ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്യാൻ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഈ സാധനം എങ്ങനെ മാറും നോക്കിക്കേ. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, അതായത് എ സ്ക്വയർ മൈനസ് 1. ഇതെന്ത് വരും? എസ് പ്ലസ് സി ദ ഹോൾ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, ഡിവൈഡഡ് ബൈ ഈ എസ് ഇൻറ്റു സി. ഓക്കെ, ഇനി നമുക്ക് എന്ത് എക്സ്പാൻഡ് ചെയ്യാം? എസ് എന്ന് പറഞ്ഞാൽ സൈൻ ആണേ, സി എന്ന് പറഞ്ഞാൽ കോസ് ആണേ. എന്ത് വരും? എ പ്ലസ് ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എസ് സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2 SC മൈനസ് 1, അത് ഓൾറെഡി ഇവിടെ ഉള്ള -1 ആണ്, ഡിവൈഡഡ് ബൈ SC എന്ന് വരും. മക്കൾ ഇതാ ഈ സാധനം നിങ്ങൾ നോക്കിക്കേ, ഇതെന്താ? ഈ 1 ആകും അല്ലെ. ഈ +1ഉം ഈ -1ഉം ക്യാൻസൽ ആയി പോകും. ക്ലിയർ ആണ്. ഈ +1ഉം ഈ -1ഉം ക്യാൻസൽ ആയി പോകും. ഇത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. ഇനി പോയിട്ട് മിച്ചം ഇവിടെ എന്താണ്? ഇവിടെ SC ഉണ്ട്, ഇവിടെ SC ഉണ്ട്. ആ SCയും ക്യാൻസൽ ആവും. ആൻസർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, NDA ചോദിക്കുന്ന ചോദ്യങ്ങൾ എത്തരത്തിലുള്ളതാണെന്നുള്ളത് പയ്യെ നിങ്ങൾക്ക് മനസ്സിലായി വരുന്നു. എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് മനസ്സിലായി വരുന്നു. ഈ ഒരു കൾച്ചർ ബിൽഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ തോപ്പിക്കാൻ ആർക്കും ആവില്ല, ഒരു ചോദ്യത്തിനും ആവില്ല. ശരി, ഇതാ നോക്കടാ അടുത്ത ക്വസ്റ്റ്യൻ. കൊസീക് തീറ്റ ഈക്വൽ ടു 29/21. തീറ്റ എന്ന് പറയുന്ന അക്യൂട്ട് ആംഗിൾ ആണ്, 90 പ്ലസ് ആയിട്ടുള്ള ആംഗിൾ ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 4 sec തീറ്റ പ്ലസ് 4 tan തീറ്റ? മക്കളെ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് വ്യക്തമായിട്ടൊന്ന് നോക്കിക്കേ. നമുക്ക് തന്നിരിക്കുന്നു കൊസീക് തീറ്റ എന്ന് പറയുന്നത് 29/21 ആണ്. എടാ ഇവിടെ ഞാൻ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ ആണോ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ഇത് 90 ഡിഗ്രി. ഈ ആംഗിളിനെ ഞാൻ തീറ്റ എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണെടാ? ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് ആണ് അല്ലെ. അപ്പൊ ഈ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 20. ഈ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് 29, ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 21. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബേസ് കണ്ടുപിടിക്കണം. ഏത് തിയറം? പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണെന്ന് അറിയാം. അതിന്റെ അകത്ത് ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ആ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ ഹൈപ്പോട്ന്യൂസ് പറയുമ്പോൾ 29 സ്ക്വയർ മൈനസ് 21 സ്ക്വയർ ആണ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരിക്കലും 29 × 29 മൾട്ടിപ്ലൈ ചെയ്യാനല്ല പോകേണ്ടത്. ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം അല്ലേടാ. അപ്പൊ ദാ നോക്കിക്കേ, ഇതിനെ 29 - 21 × 29 + 21 എന്ന് എഴുതാൻ പറ്റും. 29 - 21 എന്ന് പറഞ്ഞാൽ 8, 29 + 21 എന്ന് പറഞ്ഞാൽ 50. ഇത് ഈക്വൽ ടു എത്ര വരും? 400 വരും. അതായത് ബി സ്ക്വയർ 400 ആണെങ്കിൽ ബി അതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. അതായത് ഇത് 20 എന്ന് വരും. ഓക്കെ ആണേ. അപ്പൊ 3 സൈഡ് നമുക്ക് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതല്ലേ. ഇതെനിക്ക് ഇങ്ങനെ എഴുതാലോ, 4 × sec തീറ്റ പ്ലസ് tan തീറ്റ എന്ന് എഴുതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. അതാ നോക്കുക,
4 into എന്താണെടാ സീക് തീറ്റ? സീക് തീറ്റ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസെന്റ് 29 ബൈ അഡ്ജസെന്റ് 20 പ്ലസ് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് 21 ബൈ 20. ഇനി നോക്കിക്കേ, ഇത് എന്ത് വരും? 4 into 29 plus 21 എത്ര വരും? 50 വരും അല്ലെ? കോമൺ ഡിനോമിനേറ്റർ ആണ്. അപ്പം ഇത് എത്ര വരും? 50 വരും. ശരിയാണ്. അപ്പൊ ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 5 വരും. 50/5 എന്ന് പറഞ്ഞാൽ 10 എന്ന് വരും. അപ്പൊ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ സെറ്റ് ആയിട്ട് ഇവിടെ കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ട് അല്ലെ? ആ തുടക്കത്തിൽ ഉണ്ടായിരുന്ന സ്ട്രഗിൾ, എങ്ങനെയാണ് NDA ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള ആ കൺഫ്യൂഷൻസ് ഒക്കെ പയ്യെ മാറി വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം വരുന്നുണ്ട്. ഇതാണ് വേണ്ടത്, ഇത് മാത്രമാണ് ഇവിടെ വേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 1 plus tan square theta by 1 plus cot square theta minus 1 minus tan theta by 1 minus cot theta the whole square. മക്കളെ, ഇവിടെ ചെറിയൊരു സൗകര്യത്തിന് വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ്. tan theta എന്ന് പറഞ്ഞാൽ എന്താണ്? sin theta by cos theta ആണ്. sin theta by cos theta ആണ്. ഞാൻ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി sin theta-നെ S എന്ന് വിളിക്കുന്നു, cos theta-നെ C എന്ന് വിളിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ നോർമലി പെട്ടെന്ന് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടി, പെട്ടെന്ന് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ട്രിക്കാണ്. കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടി തുടക്കത്തിൽ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഞാൻ ഈ cot theta-നെ എങ്ങനെയായിരിക്കും എഴുതുന്നത്? cos by sin എന്നറിയാൻ വേണ്ടി C by S എന്ന് എഴുതും. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതാ നോക്കുക, 1 plus tan square എന്ന് പറഞ്ഞാൽ എന്താണടാ? sin square theta by cos square theta by 1 plus cot square theta എന്ന് പറയുമ്പോൾ cos square theta by sin square theta minus 1 minus tan theta എന്ന് പറയുമ്പോൾ 1 minus S by C, 1 minus cot theta എന്ന് പറയുമ്പോൾ 1 by C by S the whole square എന്ന് വരും. ഇനി ഇവിടെയാണ് നിങ്ങളുടെ ശ്രദ്ധ വേണ്ടത്. ഇതിന് എന്താ? കോമൺ LCM എടുത്ത് എഴുതുമ്പോൾ എന്ത് വരും? ഇത് C square plus S square by C square by ഇതിനെ എന്ത് വരും? S square plus C square by S square എന്നാവും. ഓക്കെ, മൈനസ് ഈ സാധനത്തെ എങ്ങനെ എഴുതാം? C minus S by C by S minus C by S the whole square എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നിങ്ങളൊരു കാര്യം നോക്കിക്കേ, ഈ C plus S സ്ക്വയറും ഈ S plus C സ്ക്വയറും ക്യാൻസൽ ആയി പോകും. രണ്ടും സെയിം സാധനം തന്നെയാണ് അല്ലേ? A square plus B square എന്ന് പറഞ്ഞാലും B square plus A square എന്ന് പറഞ്ഞാൽ സെയിം ആണെന്ന് പറയുന്ന പോലെ രണ്ടും സെയിം സ്ക്വയർ എടുത്ത് രണ്ട് ആഡ് ചെയ്യുന്നതാണ്. അവിടെ പ്രശ്നമൊന്നുമില്ല, ക്യാൻസൽ ആയി പോകും. പിന്നെ മിച്ചമുള്ള സാധനം എന്താണ്? മിച്ചമുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇവിടെ 1 by C square by 1 by S square എന്നാകും. മൈനസ്, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ എന്താ ഈ ടൈമിനെ, ഈ C minus S എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? മൈനസ് പുറത്തെടുക്കുകയാണെങ്കിൽ മൈനസ് ഓഫ് S minus C എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ഈ C minus S ഞാനിപ്പോ എങ്ങനെ എഴുതുന്നു മക്കളെ? ഇതാ നോക്കടാ, മൈനസ് ഓഫ് S minus C, മൈനസ് ഓഫ് S minus C എന്ന് എഴുതിയാൽ ഇവിടെ എന്ത് സംഭവിക്കും? S minus Cയും ക്യാൻസൽ ആയി പോകും. S minus Cയും ക്യാൻസൽ ആയി പോയിട്ട് പിന്നെ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? നോക്കിയേ, മൈനസ് 1 by C by 1 by S the whole square എന്നാ ഉള്ളത്. ഇത് എഴുതുമ്പോൾ എന്ത് വരും? ഇത് S square by C square എന്നാവും. മൈനസ് ഇത് മൈനസിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഇതൊന്നും ക്യാൻസൽ ആയി, ഈ മൈനസ് അങ്ങ് പോകും. മൈനസിന്റെ നെഗറ്റീവിന്റെ സ്ക്വയർ പോസിറ്റീവ് ആവില്ലേ? ഇനി 1 by C by 1 by S എന്ന് പറഞ്ഞാൽ S by C the whole square ആണ്. ഇത് രണ്ടും സെയിം സാധനമല്ലേ? ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? tan square theta. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? tan theta the whole square എന്ന് പറഞ്ഞാലും tan square theta തന്നെ. tan square theta minus tan square theta 0. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞ ഏതായിരിക്കും? ഇവിടെ ഓപ്ഷൻ എ 0 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 7 sin theta plus 24 cos theta equal to 25 ആണെങ്കിൽ sin theta plus cos theta കാണണം. അപ്പം ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള രണ്ട് വസ്തുതകളുണ്ട്. ഒന്നാമത്തത്, ഈ സാധനം ഒന്ന് ഓർത്തേടാ, ax plus by എന്ന് പറയുന്നത് 1 ആണ്, cx plus dy എന്ന് പറയുന്നത് 1 ആണ് എങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇത് ഇങ്ങനെ, അതായത് നോക്കിക്കേ, ax plus by 1 ആണ്, cx plus dy 1 ആണ്. ഓക്കെ, ഇവിടെ ഈ എക്സും ഇവിടെ എക്സും സെയിം, വൈയും സെയിം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എയും സിയും ഈക്വൽ ആയിരിക്കും. എ ഈക്വൽ ടു സി ആയിരിക്കും, ബി ഈക്വൽ ടു ഡി ആയിരിക്കും. അതായത് കറസ്പോണ്ടിങ് വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് സെയിം ആയിരിക്കും, ബി ഈക്വൽ ടു ഡി ആയിരിക്കും. ഓക്കെ ആണോ? ഈ ഒരു വസ്തുത മനസ്സിലാക്കുക. ഇനി നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണ്?
സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ഞാൻ ആ സൈൻ സ്ക്വയർ തീറ്റനെ ഒന്നുകൂടി എഴുതാം. ഇപ്പം അതിന് മുമ്പ് അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഒരു മാറ്റം ഞാൻ കൊണ്ടുവരികയാണ്. ഇവിടെ ഞാൻ മൊത്തത്തിൽ 25 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഈക്വൽ ടു 1 എന്നാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? 7/25 ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് 24/25 ഇൻറ്റു കോസ് തീറ്റ ഈക്വൽ ടു 1 എന്നായി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന സൈൻ സ്ക്വയറിന് ഞാൻ ഇങ്ങനെ എഴുതുന്നു, സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റനെ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് എഴുതുന്നു. ഓക്കെ അല്ലേ? 7/25 ഇൻറ്റു സൈൻ തീറ്റ സംതിങ് ഇൻറ്റു സൈൻ തീറ്റ 24/25 ഇൻറ്റു സൈൻ തീറ്റ. ഇവിടെ സൈൻ തീറ്റയാണ്, ഇവിടെയും സൈൻ തീറ്റയാണ്, ഇവിടെയും കോസ് തീറ്റയാണ്, ഇവിടെയും കോസ് തീറ്റയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇതും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞ ആശയത്തിൽ നിന്നും സൈൻ തീറ്റ ഈക്വൽ ടു 7/25 എന്ന് കിട്ടി. ഇതും ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്ന ആശയത്തിൽ നിന്നും കോസ് തീറ്റ ഈക്വൽ ടു 24/25 എന്ന് കിട്ടി. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട വസ്തുത സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ എന്നതാണ്. സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 7/25 പ്ലസ് 24/25. ഇവിടെ കോമൺ ഡിനോമിനേറ്റർ ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി. എത്ര വരും? 31/25 എന്ന് വരും. 31/25 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. ഇവിടെ നോക്കിക്കേ മക്കളെ, ഇവിടെ എന്താണ് സംഭവിച്ചത്? വളരെ ക്ലവർ ആയിട്ട് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന ആശയവും ഈ ആശയവും കൂടെ ഉപയോഗിക്കുന്ന മാത്രമേ ഉള്ളൂ. ഇവിടെ ഇത് ചെയ്യാൻ ഇത് മാത്രമല്ല, ഒരുപാട് വഴികളുണ്ട്. പക്ഷെ നമുക്ക് മുമ്പിൽ ഒരു വില്ലനുണ്ട് എപ്പോഴും എക്സാം എഴുതുമ്പോൾ. ഏതാണ്? യെസ്, ടൈം. ആ ടൈമിനെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് വേണം ഓരോ അപ്രോച്ചും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റിന് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഓക്കെയാണ്, ക്ലിയർ ആണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. NDA ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ് ഏത് ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതുപോലെ സെറ്റ് ആയിട്ട് നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് NDA എന്നല്ല, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഏതൊരു എക്സാമും ക്ലിയർ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി NDA എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ലൈഫ് ടൈം സെറ്റിൽമെന്റിനുള്ള ചോയ്സ് കിട്ടും. അപ്പൊ ലൈഫ് ടൈം സെറ്റിൽമെന്റിന് നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ടെല്ല ക്ലാസ്സസ് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ആപ്പിന്റെ അകത്ത് NDAക്ക് വേണ്ടിയുള്ള കംപ്ലീറ്റ് കോഴ്സ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും വരിക, ജോയിൻ ചെയ്യുക, ഒരുമിച്ച് നേടാം സ്വപ്ന ജോലി. ഓക്കെ, വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ. ഇറ്റ്സ് യുവർ വിജയ് സാർ.